വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഗൈസ്, അങ്ങനെ വി ആർ സ്റ്റാർട്ടിംഗ് പ്രിറ്റിയസ്റ്റ് പാർട്ടിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ടൈം ആയിട്ടില്ല, 10:30 നമുക്ക് പോകേണ്ടത്. അടിപൊളിയില്ലേ? എങ്ങനെയുണ്ട് ഉള്ളിലത്തെ വെതർ പറഞ്ഞു കൊടുക്കേ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ടു എ ന്യൂ വീഡിയോ. പുതിയൊരു ട്രിപ്പ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളിവിടെ നമ്മുടെ പുതിയൊരു ട്രിപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. ഞാനിപ്പോൾ ഏകദേശം 1 ഇയറിന് മേലെ ആയി എന്ന് തോന്നുന്നു ട്രാവൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു ടു ഓൾ മൈ സബ്സ്ക്രൈബേഴ്സ്. ആൻഡ് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയും കാണുന്നവരുണ്ടാവുമല്ലോ, അവർക്കും എൻ്റെ താങ്ക്സ്. അപ്പോൾ ഈ ഒരു ട്രിപ്പ് എങ്ങോട്ടേക്കാണെന്നല്ലേ ഗൈസ്? ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് കുറച്ചും കൂടി പ്രകൃതിയിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. വലിയ തിരക്കും ബഹളങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് സമാധാനമായിട്ട് പോയി ഇരിക്കാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളാണ് നമ്മൾ ഈ ട്രിപ്പിൽ കവർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരുപാട് എക്സൈറ്റിംഗ് സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നുണ്ട് ഇപ്രാവശ്യം. അതുകൊണ്ട് യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വീഡിയോസ് മിസ്സാവാണ്ട് കാണുക കേട്ടോ. ഓരോ ട്രിപ്പും ഡിഫറെൻ്റ് അനുഭവമാണെന്നല്ലേ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഞങ്ങൾക്കായാലും നിങ്ങൾക്കായാലും ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ഞങ്ങൾ മോർണിംഗ് 4 മണിക്കാണ് കേട്ടോ വീട്ടിൽ നിന്ന് വിട്ടത്. അങ്ങനെ ഒരു 5 മണി ആയപ്പോഴേക്ക് ഒരു സൺറൈസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്റ്റേറ്റായ ഇൻഡ്യാനയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇൻഡ്യാന സ്റ്റേറ്റിലൂടെ പോകുന്ന സമയത്ത് നമുക്കിങ്ങനെ അലേർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ നാട്ടിലും പോലെ ഇവിടെയും ഇങ്ങനെ ചൈൽഡ് അബ്ഡക്ഷൻ നടക്കാറുണ്ട്. അതാണ് ഇപ്പോൾ കണ്ട ബോർഡിൽ കാണിച്ചത്. അതായത് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നത്. ഇപ്പോൾ ഒരു ഗ്രേ കളർ നിസാൻ സെഡാനിലായിരുന്നു എന്നാണ് പറഞ്ഞിട്ടാണ് നമുക്ക് അലേർട്ട് വന്നുകൊണ്ടുണ്ടായിരുന്നത്. നമുക്ക് ഫോണിലും വരും, ഇങ്ങനെ ബോർഡ്സിലും ഇങ്ങനെ കാണിക്കും ബ്ലിങ്ക് ചെയ്തിട്ട്. പക്ഷെ എന്തായെന്നുള്ളത് അറിയില്ല നമുക്ക്. എന്തായാലും കുട്ടീനെ തിരിച്ചു കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇതൊരു റെയിനി സീസൺ എന്ന് പറയാം നമുക്ക് ഈ ഒരു യാത്ര പോയ ടൈമിൽ. അതുകൊണ്ട് തന്നെ കുറച്ച് ക്ലൗഡി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻഡ്യാന സ്റ്റേറ്റിലൂടെയാണ്. അപ്പോൾ ഇൻഡ്യാന സ്റ്റേറ്റിനെ പറ്റി ഞാൻ മുമ്പത്തെ വ്ളോഗ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ക്രോസ് റോഡ്സ് ഓഫ് അമേരിക്ക എന്നറിയപ്പെടുന്ന ഒരു സ്റ്റേറ്റാണിത്. കാരണം പല മേജർ ഹൈവേസും ഇന്റർസെക്റ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മൾ എല്ലാ ട്രിപ്സ് പോകുമ്പോഴും അധികം നമ്മൾ ഇൻഡ്യാന സ്റ്റേറ്റ് പാസ് ചെയ്തിട്ടാണ് പോകാറുള്ളത്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ മൈൽ ഇന്റർസ്റ്റേറ്റ് ഹൈവേസ് ഇൻഡ്യാനയിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇൻഡ്യാനയെ അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബാക്കി മാറ്റുന്നുണ്ട്. അങ്ങനെ ഗൈസ്, ഫൈനലി ഞങ്ങൾ US-ലെ ഞങ്ങളുടെ 16ാമത്തെ സ്റ്റേറ്റിലേക്കാണ് ഇപ്പോൾ എൻ്റർ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ റോഡ് ട്രിപ്പിലൂടെ 15 സ്റ്റേറ്റ്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. 16ാമത്തെ സ്റ്റേറ്റായ കെൻറ്റക്കിയിലാണ് ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഞാനിപ്പോൾ പറഞ്ഞത് മൊത്തത്തിൽ നമ്മൾ ആദ്യം മുതൽ പോയിട്ടുള്ള റോഡ് ട്രിപ്സിൻ്റെ കാര്യമാണ് കേട്ടോ, ഈ ഒരു ട്രിപ്പിൻ്റെ കാര്യമല്ല പറഞ്ഞത്. എന്തായാലും അത് നമുക്കൊരു ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻറ്റ് തന്നെയാണ്. നമ്മൾ അതിലെന്നും ഗ്രേറ്റ്ഫുൾ ആണ്. ഇവിടെ വെൽക്കം സെൻറ്ററിൽ തന്നെ നിങ്ങൾക്ക് കാണാലോ ഗൈസ്, KFC M സെൻറ്റർ എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. പേര് പോലെ തന്നെ കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ KFCൻ്റെ ബർത്ത് പ്ലേസ് ആണിത്. അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോസായിട്ട് എന്തായാലും നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. എന്തൊക്കെ തന്നെയായാലും കെൻറ്റക്കി നമ്മളെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് വെൽക്കം ചെയ്തത്. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ഈ ഒരു സ്റ്റേറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. പറഞ്ഞ പോലെ ഇപ്പോൾ സമയം 8:45 ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെയിലില്ലാത്തതുകൊണ്ടാണ് ഗൈസ് ഇങ്ങനെ. ഇപ്പോൾ സണ്ണില്ലാത്തതുകൊണ്ട് നമുക്ക്
അതിൻ്റെ ഒരു ഇത് കാണാനില്ല. സമയം ഇപ്പോൾ ഏകദേശം 9 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലേസിലേക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 5 hours ഡ്രൈവാണ് ഉള്ളത് കെൻറ്റക്കിയിലേക്ക്. അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കെൻറ്റക്കിയിലെ ലൂയിസ്വിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് സിറ്റിയിലൂടെയാണ്. ഈ ഒരു സിറ്റീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് ഹോഴ്സ് റേസസ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള കെൻറ്റക്കി ഡെർബി ഇവരാണ് എല്ലാ വർഷവും ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റിയിലാണ് അത് നടക്കുന്നത്. 1875 മുതൽ എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഹോഴ്സ് റേസ് ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുതിരയോട്ടങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ വരാറുണ്ട് എന്നാണ് പറയുന്നത് ഇത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ലൂയിസ്വില്ലിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ലൂയിസ്വിൽ സ്ലഗർ എന്ന് പറഞ്ഞിട്ടുള്ള ബേസ്ബോൾ ബാറ്റുകൾ നിർമ്മിക്കുന്നതും ഇവിടെയാണ്. ഒഹായോ റിവറാണ് ഇതിലൂടെ ഒഴുകുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ സിറ്റി കഴിഞ്ഞ് കുറച്ചും കൂടി ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ശരിക്കും കെൻറ്റക്കി സ്റ്റേറ്റിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റുന്നത്. അമേരിക്കയിലെ ബ്ലൂ ഗ്രാസ് സ്റ്റേറ്റ് എന്നാണ് കെൻറ്റക്കി സ്റ്റേറ്റിനെ അറിയപ്പെടുന്നത്. അതിൻ്റെ കാരണം ഇവിടെ വളരുന്ന ഒരു പ്രത്യേകതരം ബ്ലൂയിഷ് ഗ്രീൻ ഗ്രാസ് ആണ്. പ്രകൃതി സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ കെൻറ്റക്കി വളരെ ഫേമസ് ആണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ഭയങ്കര പ്രകൃതി ഒരു ഇതായിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇപ്രാവശ്യം ചൂസ് ചെയ്തതെന്നുള്ളത്. ഭയങ്കര ഗ്രീനറി തന്നെയാണ് ശരിക്കും. കാരണം ഇതുപോലെയുള്ള പച്ചപ്പാർന്ന മലനിരകളും വിശാലമായിട്ടുള്ള വയലുകളും ഗുഹകളും നദികളും ഒക്കെ ചേരുന്ന വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ ചുറ്റും കാണാൻ പറ്റുന്നത്. നേരത്തെ ഉണ്ടായിരുന്നല്ലോ ഒരു മൂടം, അങ്ങനെ ഫൈനലി നമുക്കൊരു മഴയും കൂടി കിട്ടിയിട്ടുണ്ട് ഗൈസ്. നല്ല മഴയാണ് ഗൈസ്. റോഡൊന്നും കാണാനേ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നമ്മളെ തന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഒരു 45 minutes കൂടി ഉണ്ട് ഗൈസ്. നല്ല മഴയുണ്ട് പുറത്ത്. ഇത്രയും മഴ നമ്മൾ പ്രതീക്ഷിച്ചില്ല. നല്ല മഴയാണ് പുറത്ത്. പിന്നെ ഈ ഒരു സ്റ്റേറ്റിന്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ എബ്രഹാം ലിങ്കന്റെ ബർത്ത് പ്ലേസ് ഇതാണ്. ഇവിടെ ഇങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. മ്യൂസിയം പോലെയൊക്കെ ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. പക്ഷെ അതെന്തൊക്കെ തന്നെ ആയാലും അദ്ദേഹത്തിന്റെ മെയിൻ ഇയേഴ്സ്, അതായത് ഒരു 30 years ഒക്കെ അദ്ദേഹം സ്പെൻഡ് ചെയ്തത് നമ്മൾ താമസിക്കുന്ന നമ്മുടെ സ്റ്റേറ്റ് ആയ ഇല്ലിനോയിലാണ്. അതുകൊണ്ട് തന്നെ ഇല്ലിനോയിനെ ദ ലാൻഡ് ഓഫ് ലിങ്കൺ എന്നാണ് പറയുന്നതും. അപ്പൊ അതൊക്കെ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം ഗൈസ്. ഞാനിപ്പോ ഇങ്ങനെ ഇവിടെ പറഞ്ഞു ഉള്ളൂ അത്.
ഇവിടെയൊക്കെ എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നേച്ചറിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്ന പോലെയാണ് ഫീൽ ചെയ്തത്. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു ചുറ്റും ഗ്രീനറിയും ഫീൽഡ്സ് ഒക്കെ ആയിട്ട്. കെൻറ്റക്കി സ്റ്റേറ്റിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ കുതിരകളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ തറോ ബ്രെഡ് റേസ് കുതിരകളെ വളർത്തുന്ന നിരവധി ഹോഴ്സ് ഫാംസ് ഇവിടെയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പച്ചപ്പുല്ലും വയലുകളും കുതിരകളൊക്കെ തന്നെയാണ് ഈ ഒരു സ്റ്റേറ്റിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ ഗൈസ്. നമ്മളിന്ന് പോകുന്നത് ലോകത്തിലെ ഏറ്റവും നീളമേറിയ അറിയപ്പെടുന്ന ഗുഹ കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് ദ ലോങ്സ്റ്റ് നോൺ കേവ് സിസ്റ്റം ഇൻ ദ വേൾഡ്. അങ്ങനെ നമ്മളിപ്പോൾ മാമത്ത് കേവ് നാഷണൽ പാർക്കിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. 1941 ഇതൊരു നാഷണൽ പാർക്ക് ആയത്. ആൻഡ് ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പെടുന്ന ഒന്നും കൂടിയാണ്. അത് കൂടാണ്ട് ഇന്റർനാഷണൽ ബയോസ്ഫിയർ റിസർവും കൂടിയാണിത്. അതിൻ്റെ ഒരു ഇൻക്രെഡിബിൾ ജിയോളജിയും ബയോഡൈവേഴ്സിറ്റിയും പിന്നെ അതിൻ്റെ സയൻറ്റിഫിക് ഇമ്പോർട്ടൻസും എല്ലാം ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഈ മാമത്ത് കേവ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ടും ഇന്റർനാഷണൽ ബയോസ്ഫിയർ റിസർവ് ആയിട്ടും റെക്കഗ്നൈസ് ആയത്. അങ്ങനെ ആ ഒരു മാമത്ത് കേവ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗൈസ് നമ്മളിന്ന് പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് പറയണ്ടല്ലോ, പിന്നെ എന്തായാലും ഉണ്ട്. പിന്നെ ഇതിലൂടെയുള്ള ഡ്രൈവ് പറയണ്ടല്ലോ, ഭയങ്കര ഒരു എന്തോ ഒരു ഫീൽ തന്നെയായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഫുള്ള് മരങ്ങളും മാത്രമായിട്ട് ശരിക്കും നമുക്ക് പ്രകൃതി എന്താ പറയുക അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇറങ്ങിപ്പോകുന്ന ഒരു ഫീൽ തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ചെറിയ മഴയും കൂടി ഉണ്ടായതുകൊണ്ട് അത് വേറെ ലെവൽ തന്നെയായി. നമ്മളിപ്പോൾ പോകുന്നത് ഒരു ബിഗ് അഡ്വെഞ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഗൈസ്. ഇതുവരെ നമ്മൾ പോയിട്ടുള്ളതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം ഒരു ഗുഹ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് വെച്ചാൽ എനിക്കതൊരു ഗ്രേറ്റ് അഡ്വെഞ്ചർ തന്നെ ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് നോക്കാം ഗൈസ്. അങ്ങനെ നമ്മളിപ്പോൾ മാമത്ത് കേവ് വിസിറ്റർ സെൻറ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ടൂർ ചെക്ക് ഇൻ ചെയ്യുന്നത്. പിന്നെ ഗിഫ്റ്റ് ഷോപ്സ്, മാപ്സ്, എക്സിബിറ്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ വിസിറ്റർ സെൻറ്ററിൻ്റെ അകത്തുണ്ട്. റേഞ്ചർ ഇൻഫോർമേഷൻ, അങ്ങനെ എല്ലാം ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. ഗൈസ്, അങ്ങനെ നമ്മൾ മാമത്ത് കേവ് വിസിറ്റർ സെൻറ്ററിൻ്റെ അകത്തിപ്പോൾ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ടൈം ആയിട്ടില്ല, 10:30 നമുക്ക് പോകേണ്ടത്. 10:30 നമ്മുടെ ടൈം, കേവിലേക്ക് പോകുന്ന ടൈം. ഇപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ആണിപ്പോൾ. ഗൈസ്, അങ്ങനെ വി ആർ സ്റ്റാർട്ടിങ് ഫോർ കേവ് വിസിറ്റ്. ഗൈസ്, അപ്പോൾ നമ്മൾ കേവ് വിസിറ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും കുറച്ച് സമയത്തിനുള്ളിൽ. നമ്മളിപ്പോൾ ഇതിൽ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്, നിൽക്കുന്നുണ്ട്. കുറേ ആൾക്കാരുണ്ട്, കണ്ടില്ലേ ബാക്കിൽ കുറേ ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ. നമ്മളങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഭയങ്കര നല്ല വെതറുമാണ് ഗൈസ്.
നല്ല കാറ്റും മഴയെല്ലാം ആയിട്ട് ശരിക്കും അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എങ്ങോട്ട് പോണേ? കേവാ? ഏത് കേവ്? ആ കാണുന്ന ഷട്ടിൽ ബസ്സിലാണ് ഇനി നമുക്ക് പോകാനുള്ളത്, കേവിൻ്റെ അടുത്തേക്ക് വരെ. പിന്നെ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഗൈഡ് കുറച്ച് സേഫ്റ്റി ടിപ്സ് ഒക്കെ പറഞ്ഞു തരും. കാരണം അത്രയും സേഫായിട്ട് വേണമല്ലോ നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. Okay, so this tour says online and on our little sheets inside that it's a moderately difficult tour. This is at the high end of the moderate spectrum. There are 640 stairs. About half of those are at the very beginning as we descend into the new entrance of Mammoth Cave. And by new entrance, I mean it was blasted in the rock in 1921. All right. Looking at the size of this group, I think we'll fit on the first 2 buses. So let's try that first. Get your tickets out. Show them your bus driver and make sure we leave that front seat that says. നമ്മൾ ബസ്സിൽ കയറി. നമ്മളെ ബസ്സാണ് ഈ നമ്മളെ കൊണ്ടുപോകുന്നത് മാമോത്ത് കേവിൻ്റെ അടുത്തേക്ക്. അപ്പോൾ നമുക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്, നമുക്ക് നോക്കിയിട്ട് പറയാം ഗൈസ്. എല്ലാവരും കയറി പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മ ഇരുന്നു വൈകിട്ട്. അങ്ങനെ ഇവിടെ നമ്മളെ ബസ് കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ചെറിയൊരു ട്രെക്കിംഗ് പോലെ നമുക്ക് കേവിൻ്റെ അടുത്തേക്ക് വരെ നടന്ന് പോകാനുണ്ട്. ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഇതാണ് ഗൈസ് ആ ഒരു എൻട്രി പോയിന്റ്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് തൊട്ട് നമ്മൾ ഇപ്പോൾ ഗുഹേൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി പോവാണ്. നല്ല തണുപ്പല്ലേ? അടിപൊളിയില്ലേ? എങ്ങനെയുണ്ട് ഉള്ളിലത്തെ വെതർ പറഞ്ഞു കൊടുക്കേ? ഭയങ്കര ഒരു തണുപ്പല്ലേ? ഈ മാമത്ത് കേവിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 430 മൈൽസ് ആണ് ഇതുവരെ സയൻറ്റിസ്റ്റ് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. അതായത് ഏകദേശം 690 കിലോമീറ്റേഴ്സ് ആണ്. ഇനിയും എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. അതായത് ഇനിയും ഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി എത്രമാത്രം വലുതായിരിക്കും ഇത് എന്നുള്ളത്, നീളം എത്രമാത്രം ഉണ്ടാവും എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ലോകത്തിലെ ലോങ്ങസ്റ്റ് നോൺ കേവ് സിസ്റ്റമായി മാറിയത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ആയിരിക്കും അറിയില്ല ഈ ഒരു കേവിൻ്റെ ലെങ്ത് എത്രയാണ് ശരിക്കും ഉള്ളത് എന്നുള്ളത്. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ ഈ ഒരു ഗുഹയിൽ ഉണ്ടായിരുന്നു എന്നാണ് എവിഡൻസ് കാണിക്കുന്നത്. അപ്പോഴായിരിക്കും മനുഷ്യൻ ആദ്യമായിട്ട് ഈ ഒരു കേവ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവുക. നേറ്റീവ് അമേരിക്കൻസ് ആണ് ആദ്യമായിട്ട് എക്സ്പ്ലോർ ചെയ്തതെന്നും കൂടി പറയുന്നുണ്ട്. പിന്നീട് ഇവിടെ ആൾക്കാർ മിനറൽസ് മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിന് ശേഷമാണ് ഇതൊരു പ്രൊട്ടക്റ്റഡ് നാഷണൽ പാർക്കായി മാറിയത്. ഇപ്പം നമ്മൾ ഇതിലൂടെ നടന്നു പോകുമ്പോഴും നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് ഗൈഡ്സ് ഉണ്ട്. കാരണം അത്രയും ഒരു അഡ്വെഞ്ചറാണ് ശരിക്കും ഇത്. ഇതിനകത്തുള്ള ഒരു എയർ ഫ്ലോ ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് ഗൈസ്. കാരണം ഇതിലൂടെ ഒരു കൂൾ എയർ ആണ് പാസ് ചെയ്ത് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഡിഫറെൻറ്റ് എൻട്രൻസും പാസേജ് വേസ് ഒക്കെയാണ് ഈ ഒരു എയർ ഫ്ലോ ക്രിയേറ്റ് ചെയ്യുന്നത് നാച്ചുറലായിട്ട്. അതുകൊണ്ട് തന്നെ ശരിക്കും നമുക്ക് ഈ ഒരു ഗുഹ കേവ് ബ്രീത്ത് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ കേവിനകത്തെ ടെമ്പറേച്ചറാണ് ഗൈസ്. അത് 54 ഡിഗ്രി ഫാരൻഹീറ്റ് ഓർ 12 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് കോൺസ്റ്റൻ്റ് ആണ്. നോ മാറ്റർ ഇപ്പോൾ പുറത്ത് ഹോട്ടാണോ കോൾഡാണോ എന്തായാലും ഈ ഒരു കേവിനകത്ത് ഈ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ് ത്രൂ ഔട്ട് ദ ഇയർ. കാരണം വേറൊന്നുമല്ല, അണ്ടർഗ്രൗണ്ട് ടെമ്പറേച്ചർ എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കുമല്ലോ. പിന്നെ ഇങ്ങോട്ട് സൺലൈറ്റും ഇല്ല. താഴോട്ട് പോകുന്തോറും നമുക്ക് ചെറിയ പേടി കൂടും ഗൈസ്. കാരണം അത്രയും ചെറിയൊരു സ്പേസ് മാത്രമേ നമുക്കുള്ളൂ.
പിന്നെ നമ്മൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഫോണും എല്ലാം വീഴാൻ നല്ല സാധ്യതയുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. ഞാൻ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ എത്രത്തോളം കാണും എന്നുള്ളത് അറിയില്ല. നേരിട്ടത് വേറെ തന്നെ എക്സ്പീരിയൻസ് ആണ് ഗൈസ്. അടിപൊളിയുണ്ട്, ഭയങ്കര രസമാണ്. ഇങ്ങനെ താഴോട്ട് പേടിപ്പെടുത്തുന്ന പോലെയാണുള്ളത്, പക്ഷേ ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കൂലേ എങ്ങനെയായിരിക്കും ഈ കേവ് ഒക്കെ ഉണ്ടായത് എന്നുള്ളത്. വാട്ടർ ആൻഡ് ടൈമാണ് ഈ ഒരു വേൾഡ്സ് ലോങ്സ്റ്റ് കേവിനെ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിശയിക്കൂലേ ഗൈസ്. പക്ഷെ അതൊരു സത്യമാണ്, അതൊരു അമേസിങ് ഫാക്റ്റാണ്. ഈ ഒരു കേവ് എന്ന് പറയുന്നത് വോൾക്കനോസും എർത്ത് ക്വേക്സും ഒന്നും വന്നിട്ടല്ല ഉണ്ടായത്. ഇത് മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ നാച്ചുറലി ഉണ്ടായതാണ്. അതായത് റെയിൻ വാട്ടർ സ്ലോലി ലൈംസ്റ്റോണിനെ അലിയിച്ച് വർഷങ്ങൾ എടുത്തിട്ട് ആ ഒരു ടൈനി ക്രാക്സ് ടണൽസായി മാറി. പിന്നീട് ആ ടണൽ വളർന്ന് ഈ ഒരു കേവായിട്ട് ഇപ്പം കാണുന്ന ഈ ഒരു ഇത്രയും വലിയൊരു കേവായിട്ട് മാറിയതാണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജസ്റ്റ് വാട്ടർ ആൻഡ് ടൈം ആണ് ഈ ഒരു ക്രിയേഷൻ്റെ കാരണം എന്ന്. ബാക്കിയുള്ള കേവ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ മാമത്ത് കേവിൻ്റെ കൂടുതൽ ഭാഗങ്ങളും ഡ്രൈ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ റോക്ക് ഫോർമേഷൻസ് കുറവാണ് കാണുന്നത്. ഈ കേവിൻ്റെ കൂടുതൽ ഭാഗങ്ങളും ലൈംസ്റ്റോൺ ആണ്. അതിൻ്റെ മുകളിലാണ് സാൻഡ്സ്റ്റോൺ ഉള്ളത്, ഒരു ഹാർഡർ ലെയർ പോലെ. അതുകൊണ്ട് തന്നെ ഈ സാൻഡ്സ്റ്റോൺ ആണ് ഒരു പ്രൊട്ടക്റ്റീവ് റൂഫായിട്ട് ഈ ഒരു കേവിനെ പ്രിസർവ് ചെയ്ത് കൊണ്ടുപോകുന്നത്. പിന്നെ ഈ കേവിനെ മാമത്ത് കേവ് എന്ന് വിളിക്കുന്നത് ഇവിടെ പണ്ട് മാമത്സ് ജീവിച്ചിരുന്നതുകൊണ്ടൊന്നും അല്ല ഗൈസ്. ഇതിൻ്റെ ഒരു എനോമസ് സൈസ്, അത്രയും വലിയൊരു സൈസ് ആയതുകൊണ്ടാണ് ഇതിന് മാമത്ത് കേവ് എന്നുള്ള പേര് വന്നത്. എങ്ങനെയുണ്ട് ഉള്ളി? യു ലൈക്ക്? ഇതിനകത്ത് ആകെ കുറച്ച് ഫ്യൂ ആനിമൽസ് മാത്രമേ ജീവിക്കുന്നുള്ളൂ. വവ്വാലുകളും കേവ് ക്രിക്കറ്റ്സ് പിന്നെ കുറച്ച് ടൈനി ഇൻസെക്ട്സ് മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ ഇതിനൊന്നും വർഷങ്ങളായിട്ട് കാഴ്ചശക്തിയില്ല. കാരണം ഇത് ഡാർക്ക്നെസ്സുമായിട്ട് അഡാപ്റ്റ് ചെയ്തതുകൊണ്ട് ഇതിന് കാഴ്ചശക്തി ഉണ്ട് എന്നുള്ളത് പോലും അതിനറിയില്ല. അങ്ങനെയാണ് ജനറേഷൻസ് ആയിട്ട് അതിൻ്റെ ഐസൈറ്റ് നഷ്ടപ്പെട്ടത്. ഇലക്ട്രിസിറ്റി ഒക്കെ വരുന്നതിന് മുമ്പ് ആൾക്കാർ ജസ്റ്റ് ക്യാൻഡിൽസ് അല്ലെങ്കിൽ ലാൻറ്റേൺസ് ഒക്കെ മാത്രം എടുത്തിട്ടാണ് ഇത്രയും വലിയൊരു കേവ് എക്സ്പ്ലോർ ചെയ്തതെന്ന് ആലോചിക്കുമ്പോൾ അതൊരു അത്ഭുതമല്ലേ. ഈ കേവിൻ്റെ അടിയിൽ അണ്ടർഗ്രൗണ്ടിൽ റിവറും സ്പ്രിങ്സും സ്ട്രീംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ വാട്ടർ വേസിന് ഈ ഒരു കേവ് ഫോർമേഷൻ്റെ ഒരു മേജർ റോൾ അതിനുണ്ട്. So good guys.
അങ്ങനെ ചില പോയിന്റ്സിലെത്തുമ്പോൾ നമ്മളെ ഗൈഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് കേവിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സ്റ്റോപ്പാണ്. ഇവിടെ എല്ലാവരും ഇരുന്നിട്ട് ഇനി ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. So that was pretty scenic. Yeah. Is there more scenic stuff like that? No more. Now that we're out here to Mammoth Cave, we are currently 250 feet below the surface, and this room is called Grand Central Station. So that entrance we came in, I referred to it back at the shelter as the new entrance, blasted in 1921. This land that we're under was purchased by a man by the name of George Morrison, and he was looking to compete with the Mammoth Cave historic entrance, and he was looking for a way to get in. He'd found some other caves on private property but didn't get permission to use them. He'd gone in Mammoth Cave and done some surveying, which got him kicked out. So he bought the land above us, about 2,000 acres, and you can start to see things in the cave. You can see the walls. Those are the wax strips. But you can see the walls. You can see the people around you. This is how they explored the cave back then. And this is why it took them 2 weeks to find this room, when we just walked down in 20 minutes, right? But Mammoth Cave is the longest known cave system in the world at 426 miles. Most of it is very dry, like the room we're in. You notice we came in, there was a lot of water. That's because of that sinkhole. And where we're going, there's going to be some water. At the very end, when we get to that frozen Niagara section and those dripstones part of this tour. But most of that 426 miles is dry. And it has marked by large passageways, which is where we get the name Mammoth Cave. But we only give tours on about 12 miles of that. And we leave the rest of it natural. And that natural part of the cave looks a lot like this. So now, you cover your phones, cover your watches. Kids got blinky shoes, try to stand still, I don't see any. Complete. ആ ഒരു ടോട്ടൽ ഡാർക്ക്നെസ്സിൻ്റെ കാര്യം പറഞ്ഞത് ശരിക്കും നമ്മളെ ഒരു ചിന്തിപ്പിക്കുന്ന ഒരു ഫാക്റ്റ് തന്നെയാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാ ലൈറ്റും ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയത്തേക്ക് കംപ്ലീറ്റ് ഡാർക്ക്നെസ് മാത്രമാണ്. ആ ഒരു സമയത്ത് നമുക്ക് ശരിക്കും അറിയില്ല ചുറ്റും രാത്രിയാണോ പകലാണോ എന്താണെന്നുള്ളത്. നമുക്ക് കംപ്ലീറ്റ് ഡാർക്ക്നെസ് മാത്രമാണ് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു അവസ്ഥയിൽ നമ്മൾ കുറച്ചു കാലം ഇവിടെ ഇങ്ങനെ ജീവിച്ചാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാഴ്ചശക്തി കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെടും. കാരണം നമ്മളെ കണ്ണിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. നേരത്തെ ആനിമൽസിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് സമയം ഇതിനകത്ത് മിണ്ടാണ്ട് നിന്നാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം പീസ്ഫുള്ളാണ് ഈ ഒരു കേവ് എന്നുള്ളത്. ആ ഒരു കേവ് സൈലൻസിനെ പറ്റിയും കേവ് ഇക്കോയിനെ പറ്റിയാണ് പിന്നെ അവർ പറയുന്നത്. കാരണം വേറെ ഒന്നുമില്ല, ഇതിനകത്തൊരു കാറ്റില്ല, ഒരു ബേർഡ്സ് ഇല്ല, ട്രാഫിക് ഇല്ല, ഒന്നുമില്ല. കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഔട്ട്സൈഡ് വേൾഡുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. സംടൈംസ് ആ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യുന്നത് നമുക്ക് ശരിക്കും നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയത്. That's at the top. Top it on.
Hang on. Right. Now we can walk. Yeah, we're done. This is another level. ഒന്നും പറയാനില്ല. വീണ്ടും അവരിവിടെ നമ്മളെ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേവിനെ കുറിച്ച്. അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം ഒരു സെൻട്രൽ പാർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനിയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേവിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാനുള്ളത്. സയൻറ്റിസ്റ്റിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഒരു മാമത്ത് കേവിന് 5 ഡിസ്റ്റിങ്ക്റ്റ് ലെവൽസ് ആണ് ഉള്ളത്. 4 ഫോസിൽ ലെവൽസും പിന്നെ ഒരു മോഡേൺ റിവർ ലെവലും. അത് 300 ഫീറ്റ് ബിനീത്ത് ദ സർഫസ് ആണുള്ളത്. അതായത് 300 ഫീറ്റ് സർഫസിന് താഴെയാണ് മോഡേൺ റിവർ ലെവൽ ഉള്ളത്. Thank you for this fact. you. Somebody else had the idea before. ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മൾ മാമത്ത് ഏറ്റവും പ്രെറ്റിയസ്റ്റ് പാർട്ടിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. നമ്മളിനി അങ്ങോട്ട് പോകുന്നുണ്ട്. ഞാൻ ഇനി അത് നിങ്ങൾക്ക് കാണിച്ചു തരാം, ആ പാട്ട്. ഇവിടെ നിന്ന് വീണ്ടും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫൈനൽ സ്പോട്ടിലേക്ക് നമ്മൾ ഇനിയാണ് പോകുന്നത്. And that was one of those motivating factors for people that maybe. Thank you for coming today. Thank you. We're about to see that frozen Niagara and that optional side trip. So when we get up there, I'm going to turn left and go down those stairs, and I'm going to come right back up. If you're going down,
This is surreal. ഇതാണ് ഗൈസ് ആ ഒരു പ്രെറ്റിയസ്റ്റ് പാർട്ട് ഓഫ് ദ കേവ് എന്ന് പറഞ്ഞ ഫ്രോസൺ നയാഗ്ര സെക്ഷൻ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഈ ഒരു ഫോർമേഷൻ കാണാൻ വേണ്ടിയിട്ട്. വർഷങ്ങളായിട്ട് ഈ ഒരു മിനറൽ റിച്ച് വാട്ടർ സീലിംഗിൽ നിന്ന് ഇങ്ങനെ ഡ്രിപ്പ് ചെയ്താണ് ഈ ഒരു കാൽസൈറ്റ് ലെയർ ഇവിടെ ഡെപ്പോസിറ്റ് ആയത്. ഈ ഒരു ഫോർമേഷൻ കാണാൻ വേണ്ടിയിട്ട് ഒരു ഫ്രോസൺ വാട്ടർഫാൾ പോലെയാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു സെക്ഷന് ഫ്രോസൺ നയാഗ്ര എന്നുള്ള ഒരു പേര് വന്നത്. ഈ ഒരു കേവിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഫോട്ടോഗ്രാഫ്ഡ് സ്പോട്ട്സ് ആണിത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ കാണുന്ന ഇതാണ് സ്റ്റലക്ടൈറ്റ്സും സ്റ്റലഗ്മൈറ്റ്സും. നേരത്തെ പറഞ്ഞില്ലേ മോസ്റ്റ് ഓഫ് ദ മാമത്ത് കേവും ഡ്രൈ ആണെന്നുള്ളത്. പക്ഷേ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് വെള്ളം ഇപ്പോഴും ഡ്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ മാത്രം ഈ ഒരു ഫോർമേഷൻ ഉണ്ടാവാനുള്ള കാരണം. ഇത് മെല്ലെ മെല്ലെ വളരുന്നത് അതുകൊണ്ടാണ്, വെള്ളം ഇവിടെ ഉള്ളതുകൊണ്ട്. ഇവിടെ എത്തിയപ്പോൾ ശരിക്കും നമുക്ക് ഇതുവരെ വന്നത് വേർത്തിട്ടാണെന്നുള്ളൊരു ഇതുണ്ടായി. കാരണം അത്രക്കും ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് തന്നെയായിരുന്നു ഈ ഒരു ഫ്രോസൺ നയാഗ്ര സെക്ഷൻ. You're just walking. Oh, that must be another. അങ്ങനെ നമ്മളിപ്പോൾ ഫ്രോസൺ നയാഗ്ര സെക്ഷൻ കണ്ടിട്ട് ഇനി നേരെ എക്സിറ്റിലേക്ക് പോവാണ്. എക്സിറ്റ് പക്ഷേ വേറൊരു റൂട്ടാണ്. നമ്മൾ വന്ന വഴിയല്ല തിരിച്ചു പോകുന്നത്. എൻട്രി ചെയ്തിട്ട് ഇത് വേറൊരു റൂട്ടിലാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. എക്സിറ്റിലേക്ക് പോകുന്നതിന് മുമ്പുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ഇതാണ് ഗൈസ് ക്രിസ്റ്റൽ ലേക്ക്. അപ്പോൾ ഇതും ഫ്രോസൺ നയാഗ്ര സെക്ഷൻ്റെ അവിടെയുള്ളതാണ് ഈ ഒരു ലേക്ക്. പേര് പോലെ തന്നെ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ് ഇതിനകത്തുള്ളത്, സ്റ്റില്ലായിട്ടുള്ള വാട്ടർ. ഒരു അണ്ടർഗ്രൗണ്ട് പൂള് പോലെയാണിത് ഉള്ളത്. അത്രയ്ക്കും ക്ലിയർ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു മിറർ പോലെ ഇതിൽ കാണാൻ പറ്റും. അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം ആ ഒരു എൻഡ് പോയിന്റിലേക്ക് എത്താറായിട്ടുണ്ട്. ഇതൊരു 1.5 മണിക്കൂർ ഗൈഡഡ് ടൂർ ആയിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ മാമത്ത് കേവിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ടൂർ നിങ്ങൾക്കൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴും ഈ ഒരു കേവിനകത്ത് പുതിയ പുതിയ പാസേജസ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആർക്കും അറിയില്ല ഇതിൻ്റെ ഒരു ഫുൾ ലെങ്ത് എന്ന് പറയുന്നത്. നമ്മളിനി നെക്സ്റ്റ് ടൈം വരുമ്പോഴേക്ക് പുതിയ പാസേജസ് ഒക്കെ ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു.
അങ്ങനെ നമ്മൾ കേവ് വിസിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഷട്ടിൽ ബസ്സിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. സമയം ഇപ്പോൾ 12:15 ഇവരായിരുന്നു ഗൈസ് നമ്മുടെ ഗൈഡ്സ് ഓഫ് ദ ടൂർ. അങ്ങനെ നമ്മളിപ്പോൾ വീണ്ടും വിസിറ്റേഴ്സ് സെൻറ്ററിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗിഫ്റ്റ് സ്റ്റോർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇതിനകത്തൊരു മെയിൻ അട്രാക്ഷൻ ഇവിടുത്തെ സ്റ്റോൺസ് ആയിരുന്നു. ഇപ്പോൾ ജിയോളജി ഒക്കെ അറിയുന്നവർക്ക് അറിയുന്നുണ്ടാവും സ്റ്റോൺസൊക്കെ. ഇതൊക്കെ ഇവർ നാച്ചുറലി ഇതായിട്ട് ചെയ്തിട്ട് ഇങ്ങനെ മാല പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു മാമത്ത് കേവ് വിസിറ്റ് എന്തായാലും നമുക്കൊരു മെമ്മറബിൾ ട്രിപ്പ് തന്നെയായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇത്. ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. തീർന്നിട്ടില്ല നമ്മളെ വിശേഷങ്ങൾ, തുടങ്ങുന്നതേ ഉള്ളൂ ആക്ച്വലി. ഇനി നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. അപ്പോൾ ബാക്കി ഇനി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വ്ളോഗിൽ ഞാൻ വരാം. സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വ്ളോഗ്. ആൻഡ് ഇതുവരെയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ദ ചാനൽ. ആൻഡ് വൺസ് അഗെയിൻ താങ്ക് യു ടു ഓൾ മൈ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ ഓൾ.